ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ റൂം ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിലെ മൂലയിലെ കെട്ട് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു 4 ഇഞ്ച് ഈ 2 സൈഡിൽ ജനൽ വരും. ഇതിൻ്റെ മുകളിലാണ് ഈ ബീമും ലോഡ് കംപ്ലീറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ 1-2 വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. അതായത് സ്ട്രക്ചറിന് വർക്കിന് വന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോ ഞാൻ 2-3 വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാനുള്ള മെയിൻ കാരണം, നമ്മൾ ഒരു വീട്ടുകാർ ഒരു വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഉത്തരവാദിത്വം അവരിൽ ഏൽപ്പിക്കരുത്. ക്ലയൻറ്റ് ഇനിയിപ്പോൾ വീട് വയ്ക്കുന്നവരായാലും ആരായാലും ശരി തന്നെ, നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു വർക്ക് ഒരു എൻജിനീയറിന് കൊടുത്താലും ഒരു കോൺട്രാക്റ്റിന് കൊടുത്താലും ഇപ്പോൾ ഇത് കണ്ടോ, ഈ വീടിൻ്റെ ഓണറാണ് അത് ഇടിച്ച് പൊട്ടിക്കുന്നത്. കാരണം അത് ആവശ്യമില്ലാത്ത ഒരു കെട്ടാണ് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു ഹാളാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ആ കട്ടിയൊക്കെ കെട്ടി ഇവിടെ ജനലൊക്കെ വെച്ച് കുറച്ച് ജനൽ ഇങ്ങോട്ട് നീക്കി അത് കംപ്ലീറ്റ് കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ കിച്ചൻ്റെ വിൻഡോയുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടായിരുന്നു. ഇതാണ് കിച്ചൻ്റെ അവസ്ഥ. ഈ 9 ഇഞ്ച് സ്ലാബ് ഇരിക്കുന്ന ഇത് കാണണം. നിങ്ങൾ കണ്ടല്ലോ, ഒരു 2.25 ഇഞ്ച് ഇഷ്ടികയിലാണ്. ഇത്രയും കയറ്റമേ ഉള്ളൂ, വേറെ കയറ്റമോ പിടുത്തമോ ഒന്നുമില്ല. ഇത് വെച്ചടിച്ചതല്ല, നമ്മൾ താഴെ നിന്ന് അടിച്ചിട്ട് എടുത്ത് പൊക്കി വെച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ വെക്കാതെ നമുക്കത് സ്ട്രോങ് ആവത്തില്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ 1 മീറ്റർ വിൻഡോ ആണ് വെക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ എൻജിനീയർ ഹൈറ്റ് കുറച്ചാണ് ചെയ്തത്. അപ്പോൾ ഈ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. കാരണം എൻജിനീയർ കൊടുത്തതിൻ്റെ ആ ഒരു ധൈര്യത്തിൽ അവർ ധൈര്യമായിട്ട് അങ്ങ് ഇരുന്നു. ഇനി നമുക്കിവിടെ ഒരു കട്ടള വയ്ക്കണം. അപ്പോൾ കട്ടള വയ്ക്കുമ്പോൾ ഇവിടെ ക്ലാമ്പിന് അടിച്ചാൽ, കട്ടള വയ്ക്കുമ്പോൾ നമുക്ക് ക്ലാമ്പ് കൊടുക്കണമല്ലോ. ക്ലാമ്പിലടിക്കുമ്പോൾ ഈ ബീം താഴെ വീഴും. ഇതിൻ്റെ മുകളിൽ ഏകദേശം 3 വരി ഹൈറ്റിന് ഹോളോ ബ്രിക്സ് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിക്കാരനെയോ ഒരു എൻജിനീയറിനെയോ ആരെയും കുറ്റം പറയാനല്ല. കാരണം എനിക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ പേര് പറയാം. അപ്പോൾ ഞാനിത് പറയാത്തതെന്ന് വെച്ചാൽ ഈ വീഡിയോ അവർ കണ്ടാലും അവർ മനസ്സിലാക്കണം, നമ്മൾ അടുത്ത സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അത് കണ്ട് അറിഞ്ഞ് വേണം ചെയ്യാൻ. കാരണം ഇതിപ്പം നമുക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് വർക്ക് ഇപ്പോൾ ഞങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അതായത് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്ലാസ്റ്ററിങ് എല്ലാം ഞാനാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ നിൽക്കുന്ന വീട്ടിൻ്റെ ഓണറാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം, ഒരു ഓണർ എപ്പോഴും ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്നുള്ളത് ഇതാണ്. ഇതിൻ്റെ ഹൗസ് ഓണർ. അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര വിഷമം ഇത് കണ്ടപ്പോൾ. ഞാൻ പറയും, നിങ്ങൾ ധൈര്യമായിട്ടിരി, ഇത് സ്ട്രോങ് ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ വീട് വയ്ക്കുന്ന ഓരോരുത്തർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു വർക്ക് നമ്മൾ കോൺട്രാക്റ്റിന് കൊടുത്താലും എൻജിനീയറിന് കൊടുത്താലും നമുക്കൊരു ഐഡിയ വേണം. കാരണം നമ്മളെ വീട് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആകണം എന്നുള്ള ഒരു കണക്കൂട്ടൽ നമുക്ക് വേണം. പിന്നെ ഫുൾ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കരുത്. കാരണം ഇപ്പോൾ അവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് പറയാം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് അവരെ ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങൾ ചോദിക്കണം. പിന്നെ ഒരു മേസ്തിരി ഒരു വർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെറ്റ് പറ്റിയാലും, ഒരു എൻജിനീയറിനൊരു തെറ്റ് പറ്റിയാലും, കാരണം എൻജിനീയർ ശ്രദ്ധിക്കാതെ പോയാലും നമ്മൾ വീട്ടിലെ ഓണർ പൈസ മുടക്കി ചെയ്യുന്ന നമ്മളത് ശ്രദ്ധിക്കാതെ പോകരുത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു വിൻഡോ വെച്ച് നമ്മൾ ഫുള്ളും കോൺക്രീറ്റ് ചെയ്തു, ക്ലാമ്പ് വെച്ച് ഫുൾ കോൺക്രീറ്റ് ചെയ്തു. ഇപ്പോഴാണ് അത് സ്ട്രോങ് ആയത്. കാരണം ഇതിൻ്റെ വാതിലിൻ്റെ നമുക്ക് ഇന്ന് അടിക്കാൻ പറ്റില്ല, നാളെ അടിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു ധാരണ വേണം, ഇതെൻ്റെ വീടാണ്. അപ്പോൾ എൻ്റെ വീട് എങ്ങനെ ഇരിക്കണം എന്ന് എൻ്റെ ഇഷ്ടപ്രകാരത്തിൽ വേണം ആ വീട് വയ്ക്കാൻ എന്ന് നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങളെ മനസ്സിൽ പറയുക. അതുപോലെ തന്നെ ഒരു വീടിൻ്റെ വർക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ ഇത് ചെയ്യണം, എന്തൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ നിന്ന്, എൻജിനീയറും ഇപ്പോൾ കോൺട്രാക്ടർ ആണെങ്കിൽ കോൺട്രാക്ടർ ആർക്കാണോ വർക്ക് കൊടുക്കുന്നത് അവരെ കൂടെ നിന്ന് നിങ്ങൾ അഭിപ്രായം പറയണം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങളെ കണ്ണിൽ കണ്ടാൽ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് പറയാം. കാരണം ഞാൻ എൻ്റെ ചാനലിൽ മുഖ്യ വീഡിയോകൾ ഇടുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന വീഡിയോകളല്ല ഇടുന്നത്, എങ്ങനെയൊക്കെ ചെയ്യാം അതിൻ്റെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ കാശ് മുടക്കി നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം മെയിനായിട്ടും ഒരു വർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഈ ശമ്പളത്തിനായാലും റേറ്റിനായാലും എങ്ങനെ മൊത്തത്തിൽ റേറ്റിന് കൊടുത്താലും എങ്ങനെ കൊടുത്താലും നമുക്ക് എങ്ങനെ വീട് ഇരിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. നമ്മൾ കണക്കൂട്ടി പറയണം, അവരുടെ അടുത്ത് പറയണം ഇവിടെ ഇങ്ങനെ മതി. അപ്പോൾ അവർ അത് വേണ്ട, ഇതാണ് നല്ലതെന്ന് അങ്ങനെയൊന്നും സമ്മതിക്കരുത്. അതായത് കണ്ടോ, ഈ സിറ്റ് ഔട്ടിൽ നമ്മൾ ഫില്ലറൊന്നും കൊടുത്തില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരു ഫില്ലറൊക്കെ കെട്ടി, ചുടുകല്ല് വെച്ച് കെട്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു കട്ടി ഒരു ബീമിൽ കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ അടുത്ത ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ, നിങ്ങൾ പൈസ മുടക്കി ചെയ്യുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്രകാരമായിരിക്കണം ആ വീട്. അല്ലാതെ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടറിൻ്റെ ഇഷ്ടത്തിനോ എൻജിനീയറിൻ്റെ ഇഷ്ടത്തിനോ ആയിരിക്കരുത്. നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കണം എപ്പോഴും നമ്മൾ വീട് വയ്ക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാം.